ഹലോ നമസ്കാരം ഫ്രണ്ട്സ്. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം ഇർമയെ കുറിച്ച് പറയാന്നുള്ളതല്ല. അന്ന് ഞാൻ മുകളിൽ ഐ ബട്ടണിൽ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ അവിടുത്തെ തന്നെ പ്ലേസ്മെന്റ് കോർഡിനേറ്ററും പിന്നെ നമ്മളുടെ തന്നെ ഒരു അലൂമിനി ആയിട്ടുള്ള ആരെയും ഒരുമിച്ച് ചെയ്തൊരു ഇന്റർവ്യൂ വീഡിയോ ആണ്. ഫസ്റ്റ് അത് കാണുക. അതായത് നിങ്ങൾ ഇർമ സീരിയസ് ആയിട്ട് നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ വർഷം ഓൾറെഡി ഇർമ കൺവേർട്ട് ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇർമയിൽ ഫൈനലൈസ് ചെയ്യുന്നതിന് മുന്നേ, അല്ലെങ്കിൽ ഒരു ന്യൂ ഐഎം അല്ലെങ്കിൽ ഒരു ബേബി എം ചൂസ് ചെയ്യണോ വേഴ്സസ് ഇർമ ചൂസ് ചെയ്യണോ എന്നുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ യു വിൽ ഹാവ് ടു വാച്ച് ദാറ്റ് വീഡിയോ. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഇർമയിലുള്ള പ്രോഗ്രാംസ്, അതിന്റെ ഫീച്ചേഴ്സ്, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് താല്പര്യമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇർമ. ഞാൻ എന്റെ MBA പ്രിപ്പറേഷൻ ടൈമിൽ എന്റെ ഫസ്റ്റ് എനിക്ക് ഈ പറയുന്ന പല ന്യൂ ഐഎംസും കൺവേർട്ട് കിട്ടിയ സമയത്തും ഞാൻ ഇർമയിൽ ഫീസ് കൊടുത്ത് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി അന്ന് 50,000 രൂപയായിരുന്നു നമ്മൾ ഇനിഷ്യലി അടയ്ക്കേണ്ട ഫീസ്. അത് അടച്ച് എല്ലാം റെഡി ആയിട്ട് ഞാൻ അവിടെ പോവാം എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ എനിക്ക് IIM ഇൻഡോറിന്റെ ഇത് കോള് വരുന്നതും ആ IIM ഇൻഡോർ വന്നതുകൊണ്ട് മാത്രം, ഒരു ഓൾഡ് IIM ഒരു കോള് വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇർമയിലോട്ട് പോകുന്നത്. അപ്പോൾ എന്റെ ഹോൾ ഇൻക്ലിനേഷൻ ടുവേർഡ്സ് ഇർമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടു ബി വെരി ഓണസ്റ്റ്, ആദ്യം ഞാൻ ഇർമയെ കുറിച്ച് കേൾക്കുന്നത് കുറച്ച് കൊളീഗ്സ് ഒക്കെ പറഞ്ഞ്, കുറച്ച് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനൊക്കെ പറഞ്ഞിട്ട് കേട്ടതാണെങ്കിലും അവരുടെ വെബ്സൈറ്റിൽ നോക്കുമ്പോൾ അന്നത്തെ ടൈമിൽ പ്ലേസ്മെന്റ്സ് ആയിരുന്നു എന്നെ ഫസ്റ്റ് അട്രാക്ട് ചെയ്തത്. കാരണം അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റ് എന്ന് പറയുന്നുണ്ടെങ്കിലും അന്നത്തെ ന്യൂ ആൻഡ് ബേബി എയിംസ് കൊടുക്കുന്നതിനേക്കാളും വലിയൊരു പാക്കേജ് ഓഫറിങ്ങും ബെറ്റർ ബ്രാൻഡ്സ് ഓഫ് കമ്പനീസും അന്ന് ഇർമയിൽ വിസിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇർമയിൽ അപ്ലൈ ചെയ്യുകയും അന്ന് ഇർമയുടെ സെലക്ഷന് നമ്മൾ അവരുടെ ക്യാമ്പസിൽ പോകണം. അതായത് ക്യാമ്പസിൽ പോയി 2 ദിവസം അവിടെ സ്റ്റേ ചെയ്ത് അവരുടെ ഒരു ഗ്രൂപ്പ് ഇന്റർവ്യൂ പ്രോസസ്സും അവരുടെ ഗ്രൂപ്പ് ഇന്റർവ്യൂ അല്ല, ഒരു GD പോലത്തെ ഒരു റൗണ്ട് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ ഇന്റർവ്യൂസും ഒക്കെ ചെയ്തതിന് ശേഷമാണ് നമുക്ക് അവിടെ ഫൈനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ, സീറ്റ് ഫൈനലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ ഗുജറാത്തിൽ പോയി. എന്റെ ശരിക്കും ഒരു എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി, അതായത് ഒരു ഞാൻ ഒട്ടും വിചാരിച്ച പോലത്തെ ഒരു സ്ഥലമേ അല്ലായിരുന്നു. കാരണം ആനന്ദ് പോയത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്, ഇർമ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ആൻഡ് ദെൻ യൂഷ്വലി നമ്മൾ ബി സ്കൂളിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഉള്ള ഒരു വളരെ അഗ്രസീവ് അല്ലെങ്കിൽ ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് അല്ല അവിടെ എനിക്ക് കാണാൻ പറ്റിയത്. കാരണം അവിടെ എല്ലാവരും വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു. നമുക്ക് ഓരോ ബാച്ചസ് ഓഫ് 10-15 ആൾക്കാർക്ക് ഒരു സീനിയറിനെ മെന്ററായിട്ട് അവിടെ അലക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ചെന്നപ്പോൾ തന്നെ സീനിയർ വാസ് വെരി വെൽക്കമിങ്. ആൻഡ് ദെൻ വി ഓൾസോ മെറ്റ് സം ഓഫ് ദി സീനിയേഴ്സ്. അവരുടെ ഹോസ്റ്റലിൽ പോയി അവരുടെ സീനിയേഴ്സിനെ കണ്ടു. സീനിയേഴ്സ് ആർ ഓൾസോ ഹെൽപ്പിംഗ് അസ് വിത്ത് ഇന്റർവ്യൂവിന് എന്തൊക്കെ ചോദിക്കാം, എങ്ങനെയൊക്കെ ആൻസർ പറയണം. പിന്നെ അവർ ക്യാമ്പസ് മൊത്തം നടന്ന് കാണിച്ചു തന്നു. നമ്മൾ ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ വളരെ വാം ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആയിരുന്നു എനിക്ക് മൊത്തം ഫീൽ ചെയ്തത്. അപ്പോൾ ഐ വാസ് തിങ്കിങ് ലൈക്ക്, ഓക്കെ, ഇത് എന്തായാലും കിട്ടിക്കഴിഞ്ഞാൽ ഇർമയിൽ വരണം. എനിക്ക് ശരിക്കും അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അവിടെ അന്നും എന്റെ മനസ്സിൽ കോർപ്പറേറ്റ് പ്ലേസ്മെന്റ്സ് ആയിരുന്നെങ്കിൽ പോലും ഐ വാസ് തിങ്കിങ് ഇല്ലാത്ത പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഡെവലപ്മെന്റ് സെക്ടറിനോടോ ആ ഒരു നോൺ പ്രോഫിറ്റ് സെക്ടറിനോടോ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലോ, അങ്ങനെയാണെങ്കിൽ അതും കൂടി എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിർമ്മ കൺസിഡർ ചെയ്തത്. കാരണം നമുക്ക് ഡെഫിനറ്റ്ലി അവിടുത്തെ പ്രോഗ്രാമിൽ നോക്കുകയാണെങ്കിൽ എല്ലാം ഒരുവിധം MBAസിന് ഒരു IIMലൊക്കെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അവിടെയും പഠിപ്പിക്കുന്നത്. കുറച്ച് റൂറൽ പേപ്പേഴ്സും എലക്ടീവ്സും ഫോക്കസ് ആയിട്ടുണ്ട്, കുറച്ച് വില്ലേജ് ഫീൽവർ സെഗ്മെന്റ് ഉണ്ട്. അപ്പം ആൾക്കാർ പറഞ്ഞു വെച്ചിട്ട് ഈ വില്ലേജ് ഫീൽവർ സെഗ്മെന്റ് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. കാരണം യു ഗെറ്റ് ടു സ്റ്റേ ഇൻ എ വില്ലേജ് working with an NGO for like around 3 months, and this is one internship. There is also a corporate internship. Then ക്ലാസ് തുടങ്ങുന്ന തന്നെ ഒരു 1 വീക്ക് അവിടുത്തെ ഒരു റൂറൽ ഇമേർഷൻ, അവിടുത്തെ ഒരു ഗുജറാത്ത് ഒരു വില്ലേജ് 1 വീക്കിൽ പോയിട്ടാണ്. അപ്പം നമ്മളുടെ ജൂനിയേഴ്സ് ഇപ്പോൾ നമ്മളുടെ ആസ്പിറൻസ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന്റെ അങ്ങേ വർഷമൊക്കെ കയറിയ ആൾക്കാരും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോ ചെയ്യുന്നവർ അവരുടെ ആ ഒരു 1 വീക്കിലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ ഐ ക്യാൻ സീ ദാറ്റ് ദേ ആർ ലൈക്ക് എക്സ്ട്രീംലി ഹാപ്പി. അപ്പൊ ഇർമയിൽ പോയിട്ടുള്ള ആൾക്കാരും എനിക്കൊരു മോശം എക്സ്പീരിയൻസ് ആയി അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് വർത്ത് ദി മണി വിച്ച് ഐ ഹാവ് പെയ്ഡ് എന്നുള്ളതും പറഞ്ഞിട്ടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ എന്റെ മോക്ക് ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി ഞാൻ ഒരു ചെന്നൈയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു എന്റെ പ്രിപ്പറേഷൻ ടൈമിൽ. അപ്പൊ അവിടെ എനിക്കൊരു IIM കോഴിക്കോടിലെ ഒരു ഗ്രാജുവേറ്റ് ഹു ഇസ് വർക്കിംഗ് ഇൻ കോർപ്പറേറ്റ്. സോ പുള്ളിക്കാരനാണ് എന്റെ മോക്ക് ഇന്റർവ്യൂ എടുത്തത്. അപ്പൊ പുള്ളിക്കാരൻ എന്റെ അടുത്ത് ചോദിച്ചു ഏതൊക്കെ കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു IIM ഇൻഡോർ ഉണ്ട്, IIM കോഴിക്കോട് ഉണ്ട്, ക്യാപ്പ് ഉണ്ട്, റോട്ടൊക്കെ ഉണ്ട്, പിന്നെ ഇർമയുണ്ട്, പിന്നെ കുറച്ച് ടാപ്നി KJSOM XAMB ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു ഇർമ നീ ഈ കൂട്ടത്തിൽ കൂട്ടിപ്പോലും പറയരുത്. കാരണം ഇർമ എന്താണെന്ന് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ശരിക്കും യു വിൽ ബി പ്ലേസിങ് ഇർമ ഇൻ എ ഡിഫറെന്റ് ലെവൽ. യു വിൽ ബി ടോക്കിംഗ് അബൌട്ട് ഇർമ വിത്ത് എ ലോട്ട് മോർ റെസ്പെക്ട്. കാരണം നിങ്ങൾക്ക് അറിയാം, നമ്മളെ കോഴിക്കോടുകാരനാണ് വർഗീസ് കുര്യൻ, നമ്മുടെ മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ. മിൽക്ക് റെവല്യൂഷൻ തുടങ്ങിയത് ഗുജറാത്തില് ആനന്ദില് ആ ഒരു അമൂൽ സെറ്റപ്പ് ചെയ്തതൊക്കെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഇർമ നിൽക്കുന്നത്. കാരണം ഇർമയുടെ ഫൗണ്ടിങ് ചെയർമാനും വർഗീസ് കുര്യനാണ്. സോ പുള്ളിക്കാരൻ
ഒരു IIM അഹമ്മദാബാദിന്റെ ബോർഡിൽ പുള്ളിക്കാരനുണ്ടായിരുന്ന സമയത്ത് അവിടെ നമുക്ക് റൂറൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ IIM അഹമ്മദാബാദ് ആ പ്ലാൻ റിജക്ട് ചെയ്യുമ്പോൾ ഏതാണ്ട് 1960s 70s മറ്റോ അത്രയധികം പഴക്കമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ദേ സെറ്റപ്പ് എ സെപ്പറേറ്റ് ബി സ്കൂൾ വിച്ച് ഈസ് കാറ്ററിംഗ് ദി റൂറൽ മാനേജേഴ്സ് ഓഫ് ദി കൺട്രി. അങ്ങനെയാണ് IRMA തുടങ്ങിയിട്ടുള്ളത്. അപ്പം റൂറൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത് അഗ്രികൾച്ചറുമായിട്ട് നേരിട്ട് അസോസിയേറ്റ് ചെയ്തത്. ദോ റൂറലിലുള്ള ഒരുപാട് ആൾക്കാർ അഗ്രികൾച്ചറിൽ എംപ്ലോയിഡ് ആയിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ ഒരു വലിയൊരു ശതമാനം പോപ്പുലേഷൻ റൂറലിലാണുള്ളത്. അപ്പൊ അവരെ കാറ്റർ ചെയ്യാനുള്ള ഒരുപാടധികം ഓർഗനൈസേഷൻസ്, ബി ഇറ്റ് ആഗ്രി ബിസിനസ് കമ്പനീസ്, ബി ഇറ്റ് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സെക്ടർ, കാരണം ഇവർക്കൊക്കെ ഈ പല ലോണുകൾ ഒരുപാടധികം ഇവരെല്ലാവരും ബാങ്കിങ് സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ ഇവർക്ക് വേണ്ടിയുള്ള ഇമ്പാക്ട് കൺസൾട്ടിങ്ങും അല്ലെങ്കിൽ ഡെവലപ്മെന്റ് സെക്ടർ കൺസൾട്ടിങ് അങ്ങനത്തെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അമൂല് തന്നെ അവിടെ നിന്ന് ഒരു 10-20-30 കുട്ടികളെയൊക്കെ എല്ലാ വർഷവും ഹയർ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് സ്ട്രോങ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ അമൂല് ശരിക്കും അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ്, IRMAയുടെ അടുത്ത് തന്നെയാണ്. സോ ഇവരെല്ലാം അങ്ങനത്തെ ഒരു മിഷനിൽ തുടങ്ങിയതാണ്. Still around 2000s, early 2000s, IRMA was not opening itself to corporates. അതായത് ഒരു ഡെവലപ്മെന്റ് സെക്ടർ ജോബ്സിന് വേണ്ടി മാത്രമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. പക്ഷെ പിന്നീട് IRMA കോർപ്പറേറ്റ്സിനും കൂടെ ഓപ്പൺ ചെയ്ത് കൊടുത്തു, പ്ലേസ്മെന്റ് ഫീസ് കൂട്ടി. ഇപ്പൊ ഏതാണ്ട് ന്യൂ ഐംസിന്റെ ആ ലെവൽ ഫീസ് ഉണ്ട്. അപ്പൊ ആ ലെവൽ ഫീസ് ഉള്ളപ്പോൾ ഡെഫിനറ്റ്ലി എ ലോട്ട് ഓഫ് സ്റ്റുഡൻസ് വിൽ ഓൾസോ വാണ്ട് കോർപ്പറേറ്റ് പ്ലേസ്മെന്റ് ബിക്കോസ് അത്രയും പൈസ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, അതായത് IRMAയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, റൈറ്റ്? ഇനി IRMAയുടെ അലൂമിനീസ് പറയുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഇത്രയും പഴക്കമുള്ള ഒരു ബി സ്കൂൾ നമുക്ക് ശരിക്കും ഒരു 5-6 വർഷം അല്ലെങ്കിൽ 10 വർഷം മാത്രം പഴക്കമുള്ള ഒരു ബേബി എമ്മുമായിട്ട് കമ്പയർ പോലും ചെയ്യാൻ പറ്റില്ല. കാരണം ഇത്രയും വർഷം അവർ റൺ ചെയ്തിട്ടുള്ള അത്രയധികം ലെഗസിയും അത്രയധികം അലൂമിനീസും. ഈവൻ ഞാൻ എന്റെ IIM ഇൻഡോറിൽ പഠിപ്പിച്ച പല ഫാക്കൽറ്റീസും അവരുടെ MBA IRMA കഴിഞ്ഞിട്ട് പിന്നെ PhD എടുത്ത ആൾക്കാരാണ്. സോ യു ക്യാൻ ഫൈൻഡ് ഈ പറയുന്ന ഒരുപാട് കമ്പനീസിന്റെ CXO ലെവൽ ആൾക്കാർ, ഒരുപാട് ആ ഒരു ലെവൽ ഓഫ് ബ്രാൻഡ് ശരിക്കും IRMAയ്ക്കുണ്ട്. ടു ആൻ എക്സ്റ്റെന്റ് വേർ നിങ്ങൾ MBA കഴിഞ്ഞിട്ട് നിങ്ങൾ PhDക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ MBA കഴിഞ്ഞു IIMC-ന്നോ അല്ലെങ്കിൽ XLRA-ന്നോ SPJ-ന്നോ നിങ്ങൾ MBA ചെയ്യുകയാണെങ്കിൽ പല ബി സ്കൂൾസിലും ഇൻക്ലൂഡിങ് IIM, ABC നിങ്ങൾ പിന്നെയും പോയിട്ട് എക്സാം എഴുതേണ്ട ആവശ്യമില്ല. ഇഫ് യു ആർ ഓൾറെഡി ഹാവിംഗ് എൻ MBA ഫ്രം എനി ഓഫ് ദി ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിത്ത് എ മിനിമം പെർസെൻറ്റേജ് അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്ട്ലി ഇന്റർവ്യൂവിന് നിങ്ങൾക്ക് PhDക്ക് കയറാൻ പറ്റും. പക്ഷെ അവിടെ ഞാൻ കണ്ടത് SPJ അല്ലെങ്കിൽ XLRA എല്ലാ ആൾക്കാരും മെൻഷൻ ചെയ്ത് ഇഫ് യു ആർ ഹാവിംഗ് എൻ MBA ഡിഗ്രി ഫ്രം IIMs or SPJ or XLRA or IIFT or MDI or FMS or IRMA. അപ്പം ആ ലെവലിലാണ് IRMA ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലാൻഡ്സ്കേപ്പിൽ ശരിക്കും ഒരു കോർപ്പറേറ്റ് ലാൻഡ്സ്കേപ്പിൽ അല്ലെങ്കിൽ ഒരു അക്കാഡമിക് ലാൻഡ്സ്കേപ്പിൽ ആൾക്കാർ കീപ്പ് ചെയ്യുന്നത്. സോ അത് പറഞ്ഞുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ. ഇനി ആര് IRMAയിൽ പോകണം? നിങ്ങൾ IRMAയിൽ പോകണോ അതോ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബേബി IIM ഉണ്ട്, ന്യൂ IIM ഉണ്ട്? സോറി, ഞാൻ കുറെ വിയർക്കുന്നുണ്ട്. ഇവിടെ ഞാൻ നാട്ടിൽ വന്നതാണ്. സോ ഈ ഒരു റൂമിൽ മാത്രം എനിക്ക് വീഡിയോ എടുക്കാനുള്ള സെറ്റപ്പ് ഉള്ളൂ. ആൻഡ് ദെൻ ഇവിടെ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വോയിസും വരും, അതുകൊണ്ടാണ് ഒരുപാട് വിയർക്കുന്നത്. എന്തായാലും ക്വിക്ലി വീഡിയോയിലോട്ട് കിടക്കാം. ആര് IRMAയിൽ? അപ്പൊ IRMAയിൽ ആദ്യം തന്നെ ഒന്നാമത്തെ കാര്യം അവരുടെ പ്ലേസ്മെന്റ് റിപ്പോർട്ട്. ഒന്ന് ക്യാമ്പസ് എല്ലാം ഞാൻ പറഞ്ഞു, വളരെ ബ്യൂട്ടിഫുൾ ക്യാമ്പസ്. യു വിൽ ബി ഹാവിംഗ് എ ഗ്രേറ്റ് ടൈം ഔട്ട് ദെയർ, യു ക്യാൻ എക്സ്പ്ലോർ ഓൾ ഡൊമൈൻസ്, ഇതെല്ലാം ഉണ്ട്. ഇനി ഷോർട്ട് ഫോൾസ് എവിടെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഫീസ് വളരെ കൂട്ടിയിട്ടുണ്ട്. പണ്ട് വളരെ കുറവായിരുന്നു. ഞാൻ പഠിക്കുന്ന സമയത്ത് 13 lakhs ആയിരുന്നു ഫീസ്, ഇപ്പൊ ഏതാണ്ട് 18 എന്നാണ് പറയുന്നത്. സോ IRMAയുടെ IRMAയിൽ പോകണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം IRMAയുടെ മൊത്തം പ്ലേസ്മെന്റ്സ് എടുക്കുകയാണെങ്കിൽ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സെഗ്മെന്റ് നല്ല രീതിയിൽ ഹയറിംഗ് വരുന്നുണ്ട്. അതായത് മൊത്തം അവരുടെ ബാച്ചിൽ 101 ആൾക്കാർ, അതായത് മൊത്തം ഒരു ഇതെടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 300ഓളം ബാച്ച് സൈസ്, 250-300ഓളം ബാച്ച് സൈസിൽ 101 ആൾക്കാർ പ്ലേസ്ഡ് ആയിട്ടുള്ളത് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ് ആൻഡ് ഇൻഷുറൻസസിലാണ്. ഇതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ സ്ട്രോങ് റൂറൽ പുള്ളുണ്ട് ഈ ഒരു ഡൊമൈന്. ICICI, IDFC ബാങ്ക്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, ആക്സിസ് ബാങ്ക്, IDBI ബാങ്ക്, UB, ESA സ്മോൾ ഫിനാൻസ് ബാങ്ക്, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഹയർ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ബാങ്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ബാങ്ക് മാനേജർ ആയിട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ മോസ്റ്റ് കേസസ് അല്ല. ദിസ് ക്യാൻ ബി ലൈക്ക് ഒരു എന്താ പറയാ റിലേഷൻഷിപ്പ് മാനേജർ എന്ന് പറയുന്ന റോള്, അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഫിനാൻസ് എന്ന് പറയുന്ന റോള്. റിലേഷൻഷിപ്പ് മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ലെൻഡിങ്ങിൽ ഇപ്പൊ അവിടുത്തെ റൂറലിലുള്ള ഒരുപാട് MSMEs ഉണ്ടാവും, ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ടാവും, അവർക്കുള്ള ലെൻഡിങ്, അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്, അങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങളുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ കരിയർ സ്റ്റാർട്ടിങ്ങിനെ കുറിച്ചേ പറയുന്നുള്ളൂ, ആദ്യത്തെ 2-3 ഇയേഴ്സിനെ കുറിച്ചേ പറയുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഇറ്റ്സ് അപ് ടു യു. ലൈക്ക് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഡൈവേർട്ട് ചെയ്ത് പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ജോബ് സ്വിച്ച് ചെയ്യാം. ഇറ്റ് മൈ ബി ലിറ്റിൽ ടഫ് ബട്ട് ദെൻ സ്റ്റിൽ അതിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഡയറി എന്ന് പറയുന്ന ഒരു സാധനത്തിൽ കുറച്ചധികം ഹയറിംഗ് വരുന്നുണ്ട്. കാരണം ഒന്ന് അമൂൽ അവിടെ നിന്ന് ഹയർ ചെയ്യുന്നുണ്ട്, പിന്നെ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് NDDB അവിടെ നിന്ന് ഹയർ ചെയ്യുന്നുണ്ട്, മദർ ഡയറി, പിന്നെ ഹെറിറ്റേജ് ഫുഡ്സ്, അങ്ങനത്തെ ഒരുപാട് ആൾക്കാർ ഡയറി ഫുഡ് റിലേറ്റഡ് സാധനങ്ങളിൽ ഹയർ ചെയ്യുന്നുണ്ട്.
കൺസൾട്ടിങ് വളരെ കുറവാണ്. കാരണം ഒരു 300 പേരുള്ള ബാച്ചിൽ യൂഷ്വലി ബി സ്കൂൾസ് എടുത്ത് നോക്കിയാൽ 20-25% കൺസൾട്ടിങ് ആകുമ്പോൾ ഇവിടെ 20 മൊത്തം 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഒരു ലെസ് ദാൻ 10% മാത്രമേ കൺസൾട്ടിങ്. അത് തന്നെ അതിൽ കൺസൾട്ടിങ്ങിൽ എല്ലാ കൺസൾട്ടിങ്ങും നിങ്ങളുടെ കോർപ്പറേറ്റ് കൺസൾട്ടിങ്, അതായത് നിങ്ങൾ വിചാരിക്കുന്ന BCG, Bain, McKinsey ലെവൽ കൺസൾട്ടിങ് അല്ല. ഇപ്പൊ ഡെലോയിറ്റ് ആണ് അല്ലാതെ ആകെ ഞാൻ കാണുന്ന ഒരു ബിഗ് 4 കമ്പനീനെയും. ബാക്കിയുള്ളതെല്ലാം ഇപ്പം സംബോധി ഫൗണ്ടേഷൻ, പിന്നെ സത്വ കൺസൾട്ടിങ്, സെൻട്രൽ സ്ക്വയർ ഫൗണ്ടേഷൻ. അപ്പൊ ഇതൊക്കെ കുറെയൊക്കെ ഇമ്പാക്ട് കൺസൾട്ടിങ് ആയിരിക്കും. ഇപ്പൊ ഇമ്പാക്ട് കൺസൾട്ടിങ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മറ്റേ ഡെയിലി ഫ്ലൈറ്റ് എടുത്ത് പോയി അവിടെ കാണുന്ന കോട്ടിട്ട് നടക്കുന്നത് 18 മണിക്കൂർ വർക്ക് അവേഴ്സ്, ആ ഒരു ലെവൽ ഓഫ് കൺസൾട്ടിങ് ആവാൻ ചാൻസസ് ഇല്ല. പിന്നെ റീറ്റെയിൽ, റിലയൻസ് റീറ്റെയിൽ, അരവിന്ദ് ലിമിറ്റഡ്, അരവിന്ദ് മിൽസ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒബ്വിയസ്ലി റൂറൽ പ്രസന്റ് ഉള്ളതാണ്. അർബനും കിട്ടില്ല എന്നല്ല. നിങ്ങൾ ഡോണ്ട് ജസ്റ്റ് തിങ്ക് ദാറ്റ് ഇർമ കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഓൺലി ബി പ്ലേസ് ഇൻ എ tier 2, tier 3, ബട്ട് ഹൈ ചാൻസസ് ദാറ്റ് യു വിൽ ബി സ്റ്റാർട്ടിംഗ് യുവർ കരിയർ ഇൻ എ tier 2, tier 3 rather than a tier 1 like a Bangalore or something like that. But then again, ഇമ്പാക്ട് കൺസൾട്ടിങ്ങിലൊക്കെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പല ബാങ്ക്സിലും പോയി കഴിഞ്ഞാൽ ബാംഗ്ലൂർ ഔട്ടർ അല്ലെങ്കിൽ കുറച്ച് സിറ്റി ലെവൽ പ്ലേസ്മെന്റ്സും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഓർ ഫോർ എക്സാമ്പിൾ മാനുഫാക്ചറിംഗിൽ 4 പേരാണ് പ്ലേസ് ആയിട്ടുള്ളത്. അപ്പം ദാറ്റ്സ് ലൈക്ക് വെരി സ്മോൾ. ടാറ്റ സ്റ്റീലും അങ്ങനെ കുറച്ച് കമ്പനീസ് ആണ്. ഫാർമസ്യൂട്ടിക്കലിൽ 5 പേരാണ്, സിപ്ല ഹെൽത്ത്, അങ്ങനത്തെ കുറച്ച് സംഭവം. FMCGയിലും ടു മൈ സർപ്രൈസ് ആകെ മൊത്തം ഡാബർ, സിപ്ല ഹെൽത്ത്, വിപ്രോ കൺസ്യൂമർ കെയർ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വരുന്നുള്ളൂ. എട്ടെക്കിൽ ഒരു 11 പേരുണ്ട്. ഏറ്റവും കൂടുതൽ പോയിരിക്കുന്നത് ബാങ്കിങ് ആൻഡ് ഫിനാൻസിലാണ്. പിന്നെ ഇത് ഞാൻ പറയുന്നത് കൂടുതലും കോർപ്പറേറ്റ് പ്ലേസ്മെന്റ്സിനെ കുറിച്ചാണ്. അതായത് ഈ കോർപ്പറേറ്റ് ഹയറിങ്ങിന് വന്ന ആൾക്കാരാണ്. ഇപ്പം ഡെവലപ്മെന്റ് സെക്ടറിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 10-80 പേര്, 260-300 പേരിൽ ഒരു 80ഓളം പേര് ഡെവലപ്മെന്റ് സെക്ടറിലാണ് പോയിട്ടുള്ളത്. അപ്പൊ അവിടെ വരുമ്പോൾ പാക്കേജും റിലേറ്റീവ്ലി കുറച്ച് കുറവായിരിക്കും. പക്ഷേ ഈ ഡെവലപ്മെന്റ് സെക്ടർ എന്ന് ഇവിടെ പറയുന്നിടത്ത് ഡയറീസും ഉൾപ്പെട്ടിട്ടുണ്ട്. അതായത് അമൂലൊക്കെ ചേർത്തിട്ടായിരിക്കും ഈ ഡെവലപ്മെന്റ് സെക്ടറിന്റെ കാര്യം ഇവര് പറയുന്നുണ്ടാവുക. കാരണം ഡയറി ആൻഡ് കോപ്പറേറ്റീവ്സ് ഞാൻ എഗെയിൻ പറഞ്ഞു, ഡയറി മാത്രം അതിനകത്തുള്ള കോപ്പറേറ്റീവ് പ്ലേസ്മെന്റ് മാത്രം ഏതാണ്ട് 63 പേരുണ്ട്. അപ്പൊ എഗെയിൻ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഈ FMCG, റീറ്റെയിൽ, എഡ്ടെക് അങ്ങനെയുള്ള റിലേറ്റഡ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഒരു 61, 200 ചില്ലറയിൽ 280 സ്റ്റുഡൻസ് അല്ലെങ്കിൽ 300 സ്റ്റുഡൻസില്, ബാങ്ക് ആൻഡ് ഫിനാൻസ് ഏതാണ്ട് 101. പിന്നെ ആഗ്രി ബിസിനസ്, അതായത് ഇപ്പം ITCയുടെ ആഗ്രി ബിസിനസ്, അതായത് ITC ആണ് കമ്പനി, കോർപ്പറേറ്റ് കമ്പനിയാണ്, മോസ്റ്റ് ലുക്രേറ്റീവ് ലുക്ഡ് ആഫ്റ്റർ കമ്പനിയാണ് ഫോർ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, ബട്ട് ദേ വിൽ ബി വർക്കിംഗ് ഇൻ ദ റൂറൽ, റൈറ്റ്. അപ്പൊ അവിടെയും കുറെ അധികം ഒരു 16ഓളം പ്ലേസ്മെന്റ്സ് പോയിട്ടുണ്ട്. ഇനി മെയിൻ ആയിട്ട് റോൾസ് നോക്കുകയാണെങ്കിൽ എല്ലാ റോൾസും, അതായത് കൂടുതൽ മാനേജ്മെന്റ് ട്രെയിനിങ്, കാരണം ഫ്രഷേഴ്സിനെ കൂടുതലായിട്ട് ഇപ്പൊ കമ്പനീസ് മാനേജ്മെന്റ് ട്രെയിനിങ് റോൾസിലാണ് എടുക്കുക. അതായത് ആദ്യത്തെ 1-2 വർഷം അവർ തന്നെ നിങ്ങളെ മൾട്ടിപ്പിൾ വെർട്ടിക്കൽസിൽ ട്രെയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് റോൾസ് തരുന്ന രീതിയിലായിരിക്കും. റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ബാങ്ക് ആൻഡ് ഫിനാൻസിലൊക്കെ കൂടുതൽ നിങ്ങൾ ഒരു RM റോൾ, റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് റോളിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, സ്ട്രാറ്റജി, പ്രോഗ്രാം മാനേജ്മെന്റ് ഉണ്ട്, കൂടുതലും ഈ പറയുന്ന ഡെവലപ്മെന്റ് സെക്ടർ ആയിരിക്കും. സപ്ലൈ ചെയിൻ ഓപ്പറേഷൻസ് വളരെ കുറവാണെങ്കിലും ഉണ്ട്. ഡെവലപ്മെന്റ് കൺസൾട്ടിങ് അഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ സത്വ കൺസൾട്ടിങ് പോലത്തെ ആൾക്കാരുണ്ട്. 100% പ്ലേസ്മെന്റ് ആണ്, ആരും ഓപ്റ്റ് ഔട്ട് ചെയ്തിട്ടില്ല. 25 പേർക്ക് പ്രീ പ്ലേസ്മെന്റ് ഓഫർ കിട്ടിയിട്ടുണ്ട്. 98 കമ്പനീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് 322 പേര് ഓഫേഴ്സ് അവിടെ ഓഫേഴ്സും കമ്പനീസ് കൊടുത്തിട്ടുണ്ട്. സാലറി നോക്കുകയാണെങ്കിൽ ഇത് വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു പ്ലേസ്മെന്റ് റിപ്പോർട്ടാണ്. ഇതിനകത്ത് ഇനി ഒന്നും അവർ ഇൻഫ്ലേറ്റ് ചെയ്തിട്ടില്ല. ആവറേജ് CTC 14.17, ഹയസ്റ്റ് CTC 31.16, ഹയസ്റ്റ് നമുക്ക് ഇഗ്നോർ ചെയ്യാം. മീഡിയൻ CTC 15 ആണ്. അപ്പൊ മീഡിയനും ആവറേജ് ഓൾമോസ്റ്റ് കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരു 12-16 അല്ലെങ്കിൽ ഒരു 18 ഒക്കെ ആയിരിക്കും ഇവിടെ പാക്കേജിങ് കിട്ടുക. അപ്പൊ ഇനി ആര് നിങ്ങൾ ഈ പറയുന്ന ഇർമ എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈ ഹംബിൾ സജഷൻ വുഡ് ബി, നിങ്ങൾക്ക് ഇപ്പം ഒരു ന്യൂ IIM കോൾ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബേബി IIM കോൾ ഉണ്ട്, അങ്ങനെയാണ്. ആൻഡ് നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു റൂറൽ ഇമേഴ്ഷൻ 3 മാസം പോയി ഒരു റൂറലിൽ നിൽക്കാൻ താല്പര്യമില്ല. കാരണം ചില ആൾക്കാർക്ക് തീരെ പറ്റാത്ത കാര്യങ്ങളാണ് ഈ പറയുന്ന റൂറലിൽ പോവുക, വില്ലേജിൽ പോയി താമസിക്കുക, അല്ലെങ്കിൽ റൂറൽ കോഴ്സസ് പഠിക്കുക. അതുമായിട്ട് ഒട്ടും റെസണേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ പ്യുവർലി ഫോർ ദി ബ്രാൻഡ് ഓഫ് ഇർമ ഇതിനു വേണ്ടി പോകുന്നത് മൈറ്റ് നോട്ട് ബി എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. ഈവൻ ദോ നിങ്ങൾ അവിടെ പോയത് ഇഷ്ടപ്പെടാം, ഇല്ലാതായിരിക്കാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കോർ ഓഫ് ഇർമ എന്തൊക്കെ കോർപ്പറേഷൻ ഓപ്പൺ ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞാലും ഇതാണ്. അപ്പം ഇതിനോട് തീരെ റെസണേറ്റ് ചെയ്യാത്ത ആൾക്കാർ അവിടെ പോയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി an injustice to the institution in itself, and it will be like an injustice to you yourself, because നിങ്ങൾ ഇർമേന്നൊരു ഒരു കോഴ്സ് കഴിഞ്ഞാൽ you like it or not, you will be tied somewhere with the rural sector, development sector, at least for quite some time. നിങ്ങൾക്ക് അവിടെയാണ് ഇപ്പൊ ഗവൺമെന്റ് പോളിസി ലെവലിലൊക്കെയാണ് നിങ്ങൾക്ക് കരിയർ ബിൽഡ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഈവൻ റൂറലിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് യു ക്യാൻ ഗെറ്റ് ഇൻ ടു FMCG അല്ലെങ്കിൽ BFSAയിൽ കയറിയിട്ട് യു ക്യാൻ മൂവ് ഇൻ ടു അതർ വെർട്ടിക്കൽസ്, യു ക്യാൻ ഗ്രോ യുവർ കരിയർ. പക്ഷേ ഇഫ് യു വാണ്ട് ലൈക്ക് ഹൈ എൻഡ് കൺസൾട്ടിങ്
അല്ലെങ്കിൽ പ്രൊഡക്റ്റ് മാനേജർ റോൾ ലൈക്ക് സേ മൈക്രോസോഫ്റ്റ്, ഒപ്റ്റം, വാൾമാർട്ടിലൊക്കെ കയറി പ്രോഡക്റ്റ് ഒക്കെ ആണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ ദിസ് മൈറ്റ് നോട്ട് ബി എ ഗ്രേറ്റ് പ്ലേസ് ഫോർ യു. ബിക്കോസ് അൾട്ടിമേറ്റ്ലി ഞാൻ പല ആൾക്കാരും ഈവൻ ഇർമയിലുള്ള സ്റ്റുഡൻസായിട്ട് സംസാരിച്ചപ്പോഴും അവർ പറഞ്ഞൊരു കാര്യം, ചില ആൾക്കാർക്ക് വേറെ ഡിസിപ്ലിൻസിൽ റൂറൽ അല്ലാത്ത പ്രോപ്പർ ഇതുപോലത്തെ പ്രോഡക്റ്റ് റോൾസ് ഒക്കെ നോക്കുമ്പോൾ പീപ്പിൾ ആർ ആസ്കിങ് ദം ദിസ് ക്വസ്റ്റ്യൻ ദാറ്റ് നിങ്ങൾ റൂറൽ മാനേജ്മെന്റ് എടുത്തിട്ട് പിന്നെ എന്തിനാ അവിടെ വരുന്നത്. പക്ഷേ ഇഫ് യു ആർ സംവൺ ഹു ആർ റെഡി ടു എക്സ്പ്ലോർ ഓൾ ഓഫ് ദിസ്, കോർപ്പറേറ്റ്സ് ഉണ്ട്, കോർപ്പറേറ്റ് ജോബ്സ് ഉണ്ട്. നിങ്ങൾക്ക് ആ സ്റ്റാർട്ട് നിങ്ങൾ ഇപ്പോൾ ഒരു അത്ര താല്പര്യമില്ലാത്ത ഇൻഡസ്ട്രിയിൽ തുടങ്ങിയാലും യു ക്യാൻ ഈസിലി സ്വിച്ച് ടു നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഡൊമൈൻസ്. അപ്പൊ ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ നല്ലൊരു 2 year എക്സ്പീരിയൻസും കൈകൊണ്ട് പോകാനാണെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ. ഇനി വെൻ യു കമ്പയർ ഇറ്റ് വിത്ത് ബേബി എംസ്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബേബി എംസിൽ പോയാലും അൺലെസ് യുവർ പ്രൊഫൈൽ ഈസ് ലൈക്ക് സൂപ്പർ ഗുഡ്, ഐ ഡോണ്ട് തിങ്ക് യു വിൽ ബി ഏബിൾ ടു ലാൻഡ് ഇൻ ഒന്നാമത്തെ കാര്യം മൈക്രോസോഫ്റ്റ്, വാൾമാർട്ട്, ഒപ്റ്റം ലെവൽ ഓഫ് ബ്രോഡ്ബാൻഡ് റോൾസ് അവിടെ വരുന്നില്ല. ബട്ട് ദെൻ സ്റ്റാർട്ടപ്സ് വരുന്നുണ്ടെങ്കിൽ തന്നെ ദേ വിൽ ബി ഹയറിംഗ് ഇൻ ലൈക്ക് ഫ്യൂ നമ്പേഴ്സ്. ഐ എം ടോക്കിംഗ് അബൌട്ട് ദി എസ്റ്റാബ്ലിഷ് വൺസ്. കൺസൾട്ടിംഗ് ആണെങ്കിലും ഇറ്റ് വിൽ ബി ലൈക്ക് വൈസ്. ഐ മീൻ ആക്സെഞ്ചർ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഡെലോയിറ്റ് അല്ലെങ്കിൽ BCG, ബെയിൻ, മെക്കിൻസി അല്ലെങ്കിൽ അങ്ങനെയുള്ള KPMG പോലുള്ള കമ്പനീസ്, EY പോലുള്ള കമ്പനീസ് ഒക്കെ വരികയാണെങ്കിലും ഈ ബേബി എയിംസിലൊക്കെ എടുക്കുന്ന നമ്പേഴ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറവാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ആ ഒരു IIM ബ്രാൻഡ് ഉണ്ട്, ആ IIM ബ്രാൻഡിൽ ഉള്ളി ഗ്രോ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പിൽ സേ ഫോർ എക്സാമ്പിൾ ആസ് എ കൺസൾട്ടന്റ് ഓർ ആസ് എ പ്രൊഡക്റ്റ് മാനേജർ സ്റ്റാർട്ട് ചെയ്താലും PM ആയിട്ട് സ്റ്റാർട്ട് ചെയ്താലും യു വിൽ ബി ഏബിൾ ടു ബിൽഡ് അപ്പ് യുവർ കരിയർ. അപ്പം ആ ഒരു പോയിന്റ് ഓഫ് വ്യൂല് നോക്കുമ്പോൾ ഇഫ് യു ആർ സംവൺ ലൈക്ക് വാട്ട് ഐ ഹാവ് സെഡ്, അതായത് നിങ്ങൾക്ക് ഇത് തീരെ താല്പര്യം ഇല്ലാത്ത ഒരാളാണെങ്കിൽ പ്ലീസ് ഡോണ്ട് ഗോ ഫോർ ഇർമ, ഗോ ഫോർ എ ബേബി എയിം. ബിക്കോസ് ദോ ബേബി എയിംസിൽ 2 വർഷം വിൽ ബി നോട്ട് ആസ് ഗ്രേറ്റ് ആസ് ഇർമ, ബിക്കോസ് ക്യാമ്പസിലുള്ള ഒരു ഫണ്ടും എന്റർടൈൻമെന്റും ഹാപ്പനിങ്ങും ഒക്കെ ഇർമയിൽ തന്നെ ആണെങ്കിൽ പോലും യു വിൽ ബി ഗെറ്റിംഗ് ദാറ്റ് IIM ബ്രാൻഡ് ആൻഡ് യു ക്യാൻ ഓൾസോ പ്രോഗ്രസ് യുവർ കരിയർ ഇൻ കോർപ്പറേറ്റ്. നിങ്ങൾ കുറച്ച് എഫേർട്ട് ഇടേണ്ടി വരും, സെൽഫ് ഡ്രിവൺ ആയിരിക്കണം. ഇപ്പൊ ഇർമയിലെല്ലാം ഒരു ഇത്രയും വർഷമായിട്ട് നടത്തി പോകുന്ന അത്ര അധികം ലെഗസി പ്രോഗ്രാംസും സ്ട്രക്ചേഴ്സും കൊളാബറേഷൻസും അലൂമിനീസും ഒക്കെ ഉണ്ട്. ഇതൊന്നും ഉണ്ടാവില്ല. ബട്ട് നിങ്ങളുടെ ഫ്യൂച്ചറിലോട്ടൊരു ബെറ്റ് ചെയ്യുകയാണെങ്കിൽ I think baby aims might be a better option for you if you don't resonate with Irma at all. So just for the brand, though you don't resonate it with at all and this is not something you want to do, ennaanengil better go for baby aims. And if you are a female candidate with little bit of IT experience, little bit of say an engineering background, little bit of work experience ഒക്കെ ഉണ്ടെങ്കിൽ ബേബി എംസിൽ പോയാലും അവിടെ നിന്ന് വരാവുന്ന, അവിടെയും ഈ കൺസൾട്ടിംഗ് കമ്പനീസ് ഒക്കെ വരുന്നതിലുള്ള ബെസ്റ്റ് റോൾസ് നിങ്ങൾക്ക് എടുക്കാനുള്ള ചാൻസും ഉണ്ട്. സോ ഇത്രയാണ് എൻ്റെ ഒരു വേർഡിക്റ്റ്. ഞാൻ എവിടെയും തൊടാതെയാണ് പറഞ്ഞത്, കാരണം ഇറ്റ്സ് അപ് ടു യു ടു ഡിസൈഡ്. പക്ഷെ ഞാൻ എൻ്റെ പേഴ്സണൽ ഇതിൽ ഐ വാണ്ടഡ് ടു എക്സ്പീരിയൻസ് എവറിത്തിങ് ബിക്കോസ് ആസ് എ ഫ്രഷർ ഐ ഓൾസോ വാണ്ട് ടു നോ ലൈക്ക് ഇഫ് ഐ വിൽ ബി മൂഡ് ബൈ അല്ലെങ്കിൽ ഇഫ് റൂറൽ ആൻഡ് social and development sector will be interesting for me. That's something which I really wanted to explore along with it. കാരണം I didn't see myself as someone who will work in the corporate for like 9 to 5 or 9 to 9 or 9 to 10. So I also want to see what are the other options in front of me, and this was my rationale behind choosing Irma over the other B schools. So thanks a lot for watching my video. Please take a call, but once you take a call, stick on with that decision. പിന്നെയും ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും അത് വേണം ഇത് വേണം എന്നുള്ള ചോദിച്ച് നിങ്ങളെ തന്നെ കൺഫ്യൂസ് ചെയ്യാതിരിക്കുക. Once again, thanks a lot for watching my video. Bye bye.